ബിഗ് ബോസ് മലയാളം സീസൺ 8 അഗ്നിപരീക്ഷ എപ്പിസോഡ് നമ്പർ 6 കഴിഞ്ഞ 5 എപ്പിസോഡുകളിലായിട്ട് 40 പേരിൽ നിന്ന് അത് 28 പേരായിട്ട് ചുരുങ്ങി. പക്ഷേ 28 പേരിൽ എത്ര പേരെ നമുക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റും? വളരെ ചുരുക്കം പേരെ. നിലവിലെ 28 പേരിൽ ചുരുക്കം ചിലർ മാത്രമാണ് മുൻനിരയിലുള്ളത്. സത്യം പറഞ്ഞാൽ ഇതിനോടകം പുറത്തുപോയ പലരെയും ഈ 28 പേരിലുള്ളവരെക്കാൾ വ്യക്തമായിട്ട് ഓർമ്മയിലുണ്ട് താനും. അത് പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിലായാലും അല്ല വെറുതെ ബഹളം വെച്ചിട്ടാണെങ്കിലും ഒക്കെ അവരുടെയൊക്കെ പേര് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ ഓർമ്മയിലേക്ക് വരും. എന്നാൽ ഇപ്പോഴുള്ള പലരുടെയും പേര് പറഞ്ഞാൽ അവരുടെ മുഖം പെട്ടെന്ന് ഓർമ്മയിൽ വരില്ല താനും. മേ ബി നമ്മൾ വളരെ ചുരുങ്ങിയ സമയം മാത്രമാണ് ഇവരെ കാണുന്നത്, അത് വെച്ചിട്ടാണ് വിലയിരുത്തുന്നത്. ജഡ്ജസിന് ഒരുപക്ഷെ കൂടുതൽ വിലയിരുത്തലുകൾ ഉണ്ടാവാം, അങ്ങനെ ആയിരിക്കാം ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. ഏതായാലും ഇന്നത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ റെനീഷ പറയുന്നു, ഇന്നലെ നേടിയ വിജയം ഒന്നിന്റെയും ഗ്യാരണ്ടി അല്ല, അതേപോലെ ഇന്നലെ പറ്റിപ്പോയ പിഴവ് ഒന്നിന്റെയും അവസാനമല്ല. എന്ന് പറഞ്ഞാൽ ഇന്നെങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നതിലാണ് കാര്യമെന്ന്. പക്ഷേ എവിക്ഷൻ വരുമ്പോഴത്തേക്കിനും ഇരട്ടത്താപ്പും കാണിക്കും. ചിലരെ എവിക്റ്റ് ചെയ്യുന്ന സമയത്ത് പറയും, നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്തു, പക്ഷേ ഇന്ന് വളരെ മോശം രീതിയിലാണ് പെർഫോം ചെയ്തതെന്ന് പറഞ്ഞിട്ട് എവിക്റ്റ് ചെയ്യും. ചിലരെ സേവ് ചെയ്യുമ്പോഴത്തേക്കിനും പറയും, നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കുറച്ച് വീക്കായിരുന്നെങ്കിലും ഇന്ന് വളരെ ഗംഭീരമായിട്ട് പെർഫോം ചെയ്തു, അതുകൊണ്ട് ചിലപ്പോൾ അവർക്ക് ഇൻഫിനിറ്റി പെൻഡന്റ് കൊടുത്ത് സേവ് ചെയ്യും. അതല്ലാന്നുണ്ടെങ്കിൽ ഇന്ന് നല്ല രീതിയിൽ പെർഫോം ചെയ്തു എന്ന് പറഞ്ഞിട്ട് സേവ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ എവിക്ഷൻ വരുമ്പോൾ ഇരട്ടത്താപ്പ് കാണിക്കും. മാത്രമല്ല, റിയാസൊക്കെ എപ്പോഴും പറയുന്നത് ഇന്നത്തെ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിലെയൊക്കെ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിലാണ് തുടരണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കുന്നത് എന്നാണ്. അപ്പോൾ രഞ്ജനി സംസാരിക്കുന്നത് ഈ പുറത്തു പോയവരെ കുറിച്ചാണ്. വളരെ ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് പുറത്തു പോയിട്ടുള്ളത്. പക്ഷെ വളരെ സില്ലി ആയിട്ടുള്ള കാരണത്തിന്റെ പേരിൽ അവർക്ക് കിട്ടിയിട്ടുള്ള ഈ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടുത്തി കളഞ്ഞവരാണ്. അപ്പം നിലവിലുള്ള ആൾക്കാർ നിങ്ങൾക്ക് കിട്ടിയ ഈ ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടുത്താതിരിക്കുക എന്നാണ് രഞ്ജനി പറയുന്നത്. റിയാസും ഈ എവിക്ഷനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. ഫിസിക്കലി സ്ട്രോങ് ആയിട്ടുള്ള ഭയങ്കര ഇമോഷൻസ് ഒക്കെ പുറത്ത് കാണിക്കുന്ന, ലൗഡായി സംസാരിച്ച് ആദ്യം തന്നെ അറ്റൻഷൻ പിടിച്ചു പറ്റിയ പലരും ഇതിനോടകം തന്നെ പുറത്തു പോയിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതിനൊരു ഫിക്സ്ഡ് ഫോർമുലയൊന്നുമില്ല. കോമ്പറ്റീഷൻ സ്പിരിറ്റിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസിനെയാണ് ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിലേക്ക് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് എന്നാണ് റിയാസ് പറയുന്നത്. പിന്നീട് ഈ 28 കണ്ടസ്റ്റൻസിനെയും സ്റ്റേജിലേക്ക് വിളിക്കുകയാണ്. അതിനുശേഷം ഇവരെ ടീം തിരിക്കുകയാണ്. അത് ഇവർക്ക് സ്വന്തമായിട്ട് ഇഷ്ടപ്പെട്ട ടീം തിരഞ്ഞെടുക്കാം. അതിനായിട്ട് അവിടെ ഈ 3 ജഡ്ജസിൻ്റെയും റെനീഷേൻ്റെയും മുഖംമൂടി വെച്ചിട്ടുള്ള കസേരകളുണ്ട്. അപ്പം നിങ്ങൾക്ക് ആരുടെ ടീമിലാണോ ചേരേണ്ടത് ഓരോരുത്തരുടെ ഇഷ്ടപ്രകാരം ആ ആളുടെ മുഖംമൂടി വെച്ചിരിക്കുന്ന കസേരകളിൽ പോയിരിക്കാം എന്ന് പറയുന്നു. അതിൽ 2 പേര്, 28 പേരിൽ 2 പേരെ മാറ്റി നിർത്തുന്നുണ്ട്. കാരണം ഇൻഫിനിറ്റി പെൻഡന്റ് കിട്ടിയിട്ടുള്ള 2 പേര്, രചനേനെയും ഷിൻജിത്തിനെയും. അവർക്ക് ഇന്നലെ അവർ തോറ്റുപോയ ടീമിൻ്റെ ലീഡേഴ്സ് ആയതുകൊണ്ട്, ക്യാപ്റ്റൻസ് ആയതുകൊണ്ട് അവർക്ക് ഇൻഫിനിറ്റി പെൻഡന്റിൻ്റെ പവർ കൊടുത്തിരുന്നില്ല. അതുകൊണ്ട് ഈ 2 പേരെ മാറ്റി നിർത്തുന്നു. ബാക്കി 26 പേരോടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടീമിൽ പോയി ജോയിൻ ചെയ്യാൻ പറയുന്നു. അതിനുശേഷം ഈ 2 പേരോടും പറയുന്നു, നിങ്ങൾക്കും ഇഷ്ടപ്പെട്ട ടീമിൽ പോയി ജോയിൻ ചെയ്യാം. റെനീഷൻ്റെ ടീമിൽ 2 സീറ്റ് ഒഴിഞ്ഞു കിടപ്പുണ്ട്. അപ്പോൾ റെനീഷ പറയുന്നുണ്ട്, ഒന്നെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ടീമിൽ ജോയിൻ ചെയ്യാം, അതല്ലെന്നുണ്ടെങ്കിൽ ബാക്കി 3 ടീമിൽ നിന്നും ഒരാളെ റെനീഷൻ്റെ ടീമിലേക്ക് ഇട്ട് നിങ്ങൾക്ക് ആ ടീമിൽ പോയി ജോയിൻ ചെയ്യാമെന്ന്. അപ്പോൾ രചന തിരഞ്ഞെടുക്കുന്നത് റൈബിനെയാണ്. റൈബിനെ റെനീഷൻ്റെ ടീമിലേക്ക് ഇട്ടിട്ട് രഞ്ജിനീൻ്റെ ടീമിലേക്ക് രചന പോകുന്നു. ഷിൻജിത്ത് പറയുന്നു, ഞാൻ വേറെ ടീമിലേക്ക് പോകുന്നില്ല, റെനീഷൻ്റെ ടീമിൽ തന്നെ ജോയിൻ ചെയ്യുകയാണെന്ന്. അതിനുശേഷം എല്ലാവരോടും മാസ്ക് ധരിക്കാനായിട്ട് പറയുന്നു. എന്നിട്ട് റെനീഷ ചോദിക്കുന്നുണ്ട്, നിങ്ങളെല്ലാവരും മാസ്ക് ധരിച്ചല്ലേ എന്ന്. അപ്പോൾ പറഞ്ഞ എല്ലാവരും പറയുന്നതും അതാണ്, നിങ്ങളൊക്കെ ഇവിടെ മാസ്ക് ഇട്ടിട്ടാണ് നിൽക്കുന്നത് എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മാസ്ക് ഒക്കെ അഴിച്ചു വയ്ക്കാൻ പറ്റിയൊരു സെഗ്മെൻറ്റ് തരാം. നിങ്ങൾക്ക് ഓരോരുത്തർക്കുമായിട്ട് ഓരോ ടോപ്പിക്സ് തരും. അപ്പോൾ റിയൽ ആയിട്ടുള്ള നിങ്ങളെ അവിടെ വന്ന് പ്രസൻറ്റ് ചെയ്യുക, നിങ്ങളുടെ തോട്ട്സ്, നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ വന്ന് ഷെയർ ചെയ്യാൻ പറയുന്നു. അങ്ങനെ ആദ്യം വരുന്നത് ലോലിറ്റയാണ്. ലോലിറ്റയ്ക്ക് കിട്ടിയിട്ടുള്ള ടോപ്പിക്ക് മുത്തശ്ശനും മുത്തശ്ശിയുമായിരുന്നു. അവരെക്കുറിച്ച് സംസാരിക്കുക എന്നുള്ളത്. ലോലിറ്റ നല്ല രീതിയിൽ തന്നെ അവരുമായിട്ടുള്ള എക്സ്പീരിയൻസ്, കുട്ടിക്കാലത്ത് ഏറ്റവും ചെറിയ കുട്ടിയായിരുന്നത് കൊണ്ട് ബാക്കിയുള്ളവരൊക്കെ സ്കൂളിലും കോളേജസിലൊക്കെ പോകുമ്പോൾ ലോലിറ്റ ഒറ്റയ്ക്കായിരുന്നുവെന്നും മുത്തശ്ശനും മുത്തശ്ശിയാണ് ലോലിറ്റയ്ക്ക് കൂട്ടുണ്ടായിരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് നല്ല രീതിയിൽ തന്നെ അവരെ പറ്റിയിട്ട് ലോലിറ്റ സംസാരിക്കുന്നുണ്ട്. അടുത്തതായിട്ട് സംസാരിക്കാൻ വരുന്നത് ശ്യാമാണ്. ശ്യാമിന് കിട്ടിയിട്ടുള്ള ടോപ്പിക്ക് കളിയാക്കൽ എന്നുള്ളതാണ്. ശ്യാം വളരെ ഗംഭീരമായിട്ട് അത് അവിടെ അവതരിപ്പിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ശ്യാം വന്നിട്ട് പറയുന്നത്, ഈ കളിയാക്കൽ എന്ന് പറയുന്ന ടോപ്പിക്ക് സംസാരിക്കാൻ ഞാൻ തന്നെയാണ് ഇതിൽ ഏറ്റവും അർഹൻ. കാരണം ശ്യാമിന് കുറച്ച് ഫെമിനൈൻ നേച്ചർ ഉള്ളത് കൊണ്ട് കുട്ടിക്കാലത്ത് ഏൽക്കേണ്ടി വന്ന കളിയാക്കലുകളും അത് ആരോടും ഷെയർ ചെയ്യാൻ പറ്റാതിരുന്നിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഒക്കെ ശ്യാം ഭംഗിയായിട്ട് തന്നെ അവിടെ അവതരിപ്പിക്കുന്നുണ്ട്. ശ്യാം പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, പെൺകുട്ടികൾ കുറച്ച് മസ്കുലിൻ ആയി കഴിഞ്ഞാൽ അവൾ തൻ്റേടിയാണ്, ബോൾഡ് ആണെന്നൊക്കെ പറയും. പക്ഷേ ആൺകുട്ടികൾക്ക്
ഒരു ഫെമിനൈൻ ടച്ച് വന്നു കഴിഞ്ഞാൽ സമൂഹം പരിഹസിക്കുകയാണ് ചെയ്യുന്നത് എന്ന് ശ്യാം പറയുന്നുണ്ട്. അപ്പോൾ റിയാസും പറയുന്നു ഈ കുട്ടിക്കാലത്ത് ഇങ്ങനെയുള്ള കളിയാക്കലുകളൊക്കെ ഫേസ് ചെയ്ത് അതിനെ തരണം ചെയ്ത് വരിക എന്ന് പറയുന്നത് ഭയങ്കര കുറച്ച് ഹാർഡായിട്ടുള്ള കാര്യമാണ് എന്ന്. അങ്ങനെ ശ്യാമിന് ശേഷം സംസാരിക്കാൻ വരുന്നത് ഷിബിനെയാണ്. ഷിബിനയ്ക്ക് കിട്ടിയിട്ടുള്ള ടോപ്പിക്ക് സൗന്ദര്യം എന്നുള്ളതാണ്. ഷിബിന വളരെ മനോഹരമായിട്ട് ആ ടോപ്പിക്ക് അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഷിബിന പറയുന്നു, കുട്ടിക്കാലത്ത് ഈ ബ്രൗൺ സ്കിൻ ആയതിൻ്റെ പേരിൽ ഒരുപാട് കളിയാക്കലുകൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. വീടിനടുത്തുള്ള ചേച്ചിമാർ പോലും മുഖശ്രീയുള്ള കുട്ടിയാണ് പക്ഷെ കറുത്തുപോയി എന്ന് പറയും. അതേപോലെ തന്നെ ഈ കറുത്തു പോയതിൻ്റെ പേരിൽ വലുതാവുമ്പോൾ ചെക്കനെ കിട്ടില്ല എന്നും ഈ ചേച്ചിമാരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയാനായിട്ടുള്ളത്, നിങ്ങളുടെ ഒന്നും ജോലിയില്ലാത്ത മോനെ എനിക്ക് വേണ്ട എന്നുള്ളതാണ്. അപ്പോൾ ഷിബിനേൻ്റെ ഈ ഒരു കോൺഫിഡൻസ് ജഡ്ജസിനും വളരെ ഇഷ്ടപ്പെടും. ഷിബിന പറയുന്നത് ആ കളിയാക്കലുകളെയൊക്കെ അതിജീവിച്ചാണ് ഇന്ന് മുംബൈയിൽ അറിയപ്പെടുന്ന ഒരു മോഡലായിട്ട് മാറിയിട്ടുള്ളത്. കളിയാക്കലുകൾ കേൾക്കേണ്ടി വന്ന തൻ്റെ അതേ സ്കിൻ ടോൺ തന്നെയാണ് ഇന്ന് തൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്നും ഷിബിന അഭിമാനത്തോടെ പറയുന്നു. അതിനുശേഷം സംസാരിക്കാൻ വരുന്നത് ഷാമോനാണ്. ഷാമോന് കിട്ടിയിട്ടുള്ള ടോപ്പിക്ക് സമയം എന്നുള്ളതാണ്. ഷാമോൻ ഒരു ആംബുലൻസ് ഡ്രൈവർ ആയതുകൊണ്ട് തന്നെ ഷാമോൻ്റെ ലൈഫിൽ നടന്നിട്ടുള്ള എക്സ്പീരിയൻസ് തന്നെ ഈ സമയം എന്ന ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ചെറിയ സമയത്തിനുള്ളിൽ ഒരു കുട്ടിയെ രക്ഷിക്കാൻ ശ്രമിച്ചതിൻ്റെ എക്സ്പീരിയൻസ് ആണ് ഷാമോൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഷാമോൻ സംസാരിച്ചു കഴിഞ്ഞതിന് ശേഷം അഖിൽ ചോദിക്കുന്നുണ്ട്, ഷാമോന് കിട്ടിയിട്ടുള്ള ടോപ്പിക്ക് സമയം എന്നുള്ളതായിരുന്നു, പക്ഷേ ഷാമോൻ പറഞ്ഞു വന്നപ്പോൾ ആംബുലൻസ് ഡ്രൈവർമാരുടെ കാര്യമായിപ്പോയി എന്നുള്ളത്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഒരു ആംബുലൻസ് ഡ്രൈവറെ സംബന്ധിച്ചിടത്തോളം ഡെയിലി ലൈഫിൽ സമയത്തേക്കാൾ വിലപ്പെട്ടതായിട്ട് മറ്റ് എന്താണുള്ളത് എന്നുള്ളതാണ്. അടുത്തതായിട്ട് സംസാരിക്കാൻ വരുന്നത് ജെറ്റി പി തോമസ് ആണ്. ജെറ്റി പി തോമസ് നേഴ്സ് ആയതുകൊണ്ട് ജെറ്റിക്ക് കിട്ടിയിട്ടുള്ള ടോപ്പിക്കും നേഴ്സ് എന്നുള്ളതാണ്. പക്ഷെ ജെറ്റി വളരെ ഇമോഷണൽ ആയിപ്പോയി സംസാരിച്ച് വന്നപ്പോഴത്തേക്കിനും. അമ്മ ഹോസ്പിറ്റലായിരുന്ന സമയത്ത് അമ്മേനെയും നോക്കണം, മനസ്സിൽ ആഗ്രഹം അമ്മേനെ നോക്കണം എന്നുള്ളതാണ്. പക്ഷേ ഒരുപാട് പേഷ്യൻസ് കാത്തിരിക്കുന്നത് കൊണ്ട് ആ വിഷമം ഉള്ളിൽ വെച്ച് ചിരിച്ച് അവരുടെ അടുത്ത് പോയിട്ട് ആ ഡ്യൂട്ടി ചെയ്യേണ്ടി വന്നതിനെ പറ്റിയിട്ടാണ് ജെറ്റി വിവരിക്കുന്നത്. പക്ഷെ ഓവർ ഇമോഷണൽ ആയിപ്പോയി ജെറ്റി സംസാരിച്ച് വന്നപ്പോൾ. അതുകൊണ്ട് കറക്റ്റായിട്ട് ആ ഒരു ഇത് സംസാരിച്ച് പൂർത്തിയാക്കാനായിട്ടൊന്നും ജെറ്റിക്ക് സാധിക്കുന്നില്ല. അതിനുശേഷം വരുന്നത് രാകേഷാണ്. രാകേഷിന് കിട്ടിയിട്ടുള്ള ടോപ്പിക്ക് കുടുംബം എന്നുള്ളതായിരുന്നു. രാകേഷ് പൊതുവെ വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളും നർമ്മം കലർത്തി സംസാരിക്കുന്നത് കൊണ്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അത് കേട്ടിരിക്കാൻ പറ്റും. അതേപോലെ തന്നെ രാകേഷ് ഭംഗിയായിട്ട് കുടുംബത്തെ പറ്റിയും അച്ഛനോടും അമ്മേനോടും സഹോദരങ്ങളോടും ഒക്കെ ആയിട്ടുള്ള ഒരു ബന്ധത്തെ പറ്റിയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. വളരെ ബുദ്ധിമുട്ടുള്ള കാലഘട്ടത്തിലൊക്കെ അവർ ജീവിച്ച് പോകുന്നതിനെ പറ്റിയും ഒക്കെ നല്ല രീതിയിൽ തന്നെ രാകേഷും അവിടെ അവതരിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഈ 5 പേരും സംസാരിച്ചു കഴിഞ്ഞതിന് ശേഷം ഇന്നത്തെ ടാസ്കിലേക്ക് കടക്കുകയാണ്. ടാസ്കിന്റെ പേര് അതിർത്തിപ്പോര്. ഇപ്പം ടാസ്ക് ചെയ്യാനായിട്ട് ആദ്യം വിളിക്കുന്നത് അഖിലിന്റെ ടീമിനെയാണ്. കാരണം ഇന്നലെ ജയിച്ചിട്ടുള്ളത് അഖിലിന്റെ ടീം ആയതുകൊണ്ട് ആ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് എന്നുള്ളതാണ് റിയാസ് പറയുന്നത്. ഇന്നലത്തെ ടീം അല്ല, ഇന്ന് അഖിലിന്റെ പുതിയ ടീമാണ് എങ്കിലും. അങ്ങനെ അഖിലിൻ്റെ അടുത്ത് അവർക്കെതിരെ കളിക്കേണ്ട ടീമിനെ വിളിക്കാൻ പറയുന്നു. അഖിൽ വന്ന് രഞ്ജിനീൻ്റെ ടീമിനെയാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ സ്വന്തം അതിർത്തി സംരക്ഷിക്കുകയും എതിർ ടീമിൻ്റെ അതിർത്തി തകർക്കുകയും ചെയ്യുക എന്നതാണ് ഇന്നത്തെ നിങ്ങളുടെ അഗ്നിപരീക്ഷ. ഒരേ സമയം 2 ടീമായിരിക്കും ഇതിൽ മത്സരിക്കുക. 4 പേര് അറ്റാക്കേഴ്സും 3 പേര് പ്രൊട്ടക്റ്റേഴ്സും ആയിരിക്കും. 2 സോണുകൾ ഉണ്ടായിരിക്കും. നടുവിൽ ഒരു മധ്യരേഖ ഉണ്ടായിരിക്കും. പ്രൊട്ടക്റ്റേഴ്സ് സോണിന് സമീപവും അറ്റാക്കേഴ്സ് സോണിന് പിന്നിൽ അടയാളപ്പെടുത്തിയ സ്ഥാനത്ത് നിന്നുമാണ് കളിക്കേണ്ടത്. ഇരു ടീമുകൾക്കും വ്യത്യസ്ത നിറത്തിലുള്ള ബോട്ടിലുകൾ നൽകിയിരിക്കും. ബസർ അടിക്കുമ്പോൾ പ്രൊട്ടക്റ്റേഴ്സ് ഓടിപ്പോയി ഓരോ ബോട്ടിലുകൾ എടുത്ത് സ്വന്തം സോണിനുള്ളിൽ സ്ഥാപിക്കണം. ബോട്ടിലുകൾ സോൺ മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്ന രീതിയിലും നിശ്ചിത അകലം പാലിച്ചും വേണം സ്ഥാപിക്കാൻ. കൂട്ടമായിട്ട് വെക്കാൻ പാടില്ല. അതേസമയം അറ്റാക്കേഴ്സ് ബോൾ ഉപയോഗിച്ച് എതിർ ടീം സ്ഥാപിക്കുന്ന ബോട്ടിലുകൾ എറിഞ്ഞു വീഴ്ത്താനായിട്ട് ശ്രമിക്കണം. ബോട്ടിലുകൾ താഴെ വീണാൽ പ്രൊട്ടക്റ്റേഴ്സിന് അത് വീണ്ടും എടുത്ത് സ്ഥാപിക്കാം. അറ്റാക്കേഴ്സ് അവരുടെ മുന്നിലുള്ള പാത, അതായത് ബോർഡർ, ഒരു കാരണവശാലും മറികടക്കാൻ പാടില്ല. ബോൾ എടുക്കാൻ പോലും ഈ രേഖ മറികടക്കാൻ പാടില്ല. അപ്പോൾ പ്രൊട്ടക്റ്റേഴ്സ് തന്നെ സ്വന്തം ഈ ബോട്ടിൽ സംരക്ഷിക്കാൻ വേണം. ഈ സോണിനടുത്ത് വീണിട്ടുള്ള ബോളുകൾ എടുത്ത് അറ്റാക്കേഴ്സ് നിൽക്കുന്നതിന് സമീപമുള്ള ബാസ്ക്കറ്റിൽ ഇട്ട് കൊടുക്കണം. ആ ബാസ്ക്കറ്റിൽ നിന്ന് മാത്രമേ അറ്റാക്കേഴ്സിന് ബോളുകൾ എടുക്കാൻ പറ്റുള്ളൂ. അവസാനം ബസർ അടിക്കുന്നത് വരെ സ്വന്തം ബോട്ടിലുകൾ സംരക്ഷിക്കാനും എതിർ ടീമിന്റെ ബോട്ടിലുകൾ വീഴ്ത്താനും സാധിക്കും. അപ്പോൾ ലാസ്റ്റ് ബസർ അടിച്ച് കഴിഞ്ഞതിന് ശേഷം ആരുടെ സോണിലാണോ ഏറ്റവും കൂടുതൽ ബോട്ടിലുകൾ നിലനിർത്തുന്നത്, അതായത് സ്റ്റാൻഡിംഗ് പൊസിഷനിൽ നിൽക്കുന്നത്, അവരായിരിക്കും ഈ ഗെയിമിൽ ജയിക്കുക. അതുപോലെ ഈ ടാസ്ക് തുടങ്ങുന്നതിന് മുമ്പ് രഞ്ജിനിന്റെ ടീമിൽ രചനയ്ക്ക് ഇൻഫിനിറ്റി പെൻഡന്റ് ഉണ്ട്. അപ്പം അതുകൊണ്ട് ഇവർക്ക് ഒരു അഡ്വാൻറ്റേജും കൂടെ വരുന്നത് 10 സെക്കൻഡ് എക്സ്ട്രാ ടൈം കിട്ടുന്നു. അതായത് ഈ 10 സെക്കൻഡിൽ രചനയ്ക്കോ അല്ലെങ്കിൽ രചന നിർദ്ദേശിക്കുന്ന ആൾക്കോ ഈ 10 സെക്കൻഡ് കൊണ്ട് എത്ര ബോട്ടിൽ പോയി എടുത്ത് ഈ സോണിൽ വെക്കാം.
ഈ 10 സെക്കൻഡിനുള്ളിൽ എത്ര ബോട്ടിൽ വെക്കുന്നോ അത്രയും ബോട്ടിൽ വെക്കാം എന്നുള്ളതാണ്. അപ്പോൾ രചന അവിടെ വൈശാഖിനെയാണ് തിരഞ്ഞെടുക്കുന്നത്. ഞാൻ അപ്പോഴേ മനസ്സിലിങ്ങനെ വിചാരിച്ചായിരുന്നു രചന വൈശാഖിനെ ആയിരിക്കും തിരഞ്ഞെടുക്കുക എന്നുള്ളത്. കാരണം ഇന്നലത്തെ ടാസ്കിൽ വൈശാഖ് നല്ല രീതിയിൽ പെർഫോം ചെയ്തത് കൊണ്ട് തന്നെ ഇത്തരത്തിൽ മറ്റുള്ളവർക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടാസ്ക് വരുമ്പോൾ വൈശാഖിനെ ആയിരിക്കും മെജോറിറ്റിയും ചൂസ് ചെയ്യാനുള്ളൊരു സാധ്യത. ആ കിട്ടിയ അവസരം വൈശാഖ് ഇന്നും നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ടുമുണ്ട് കേട്ടോ. അങ്ങനെ അഖിലിന്റെ ടീമും രഞ്ജിനീന്റെ ടീമും തമ്മിൽ മത്സരത്തിന് ഇറങ്ങുകയാണ്. ഒടുവിൽ രഞ്ജിനീന്റെ ടീമാണ് വിജയിച്ചിട്ടുള്ളത്. അവർക്ക് 55 ബോട്ടിലുകൾ സുരക്ഷിതമായിട്ട് നിലനിർത്താനായിട്ട് കഴിഞ്ഞു. പക്ഷെ അഖിലിന്റെ ടീമിന് 22 ബോട്ടിലുകൾ മാത്രമേ സംരക്ഷിക്കാൻ പറ്റുള്ളൂ. അഖിൽ ടീമിന്റെ പെർഫോമൻസിനെ വിലയിരുത്തി സംസാരിക്കുന്നുണ്ട്. അതിൽ അഭിറാമിന് നടുവേദന ഉണ്ടായിരുന്നു. നല്ല ബുദ്ധിമുട്ട്, ഹെൽത്ത് ഇഷ്യൂ ഉള്ളത് കൊണ്ട് ഇത് പ്രൊട്ടക്ട് ചെയ്യാൻ നിൽക്കുന്നതിന് പകരം അപ്പുറത്തെ ടീമിന്റെ ബോട്ടിൽ എറിഞ്ഞു വീഴ്ത്താനായിട്ട് നിൽക്കാമായിരുന്നു എന്ന് അഖിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഷിൻജിത്തിന്റെയും രാകേഷിന്റെയും വൈശാഖിന്റെയൊക്കെ മികച്ച പ്രകടനത്തെക്കുറിച്ച് അഖിൽ എടുത്തു പറയുന്നുണ്ട്. അതുപോലെ തന്നെ പൂജയും പറ്റുന്ന തരത്തിൽ പെർഫോം ചെയ്തു എന്ന് അഖിൽ പറയുന്നു. ബാക്കിയുള്ള ആൾക്കാർ എന്ത് ചെയ്യണം എന്നറിയാതെ ആകെ കൺഫ്യൂഷനായിട്ട് നിൽക്കുകയായിരുന്നു എന്നും അഖിൽ പറയുന്നുണ്ട്. അടുത്തതായിട്ട് ഇതിൽ ഏറ്റവും നന്നായിട്ട് കളിച്ച ആൾക്കാർക്ക് ഇൻഫിനിറ്റി പെൻഡന്റും ഏറ്റവും മോശമായിട്ട് കളിച്ച ആൾക്കാർ ഔട്ട് ഹൗസിലേക്കും പോകും എന്നുള്ളതാണ്. അപ്പം ഇതിൽ ജയിച്ച ടീമിൽ നിന്ന് മാത്രമല്ല തോറ്റ ടീമിൽ നിന്നും നന്നായിട്ട് പെർഫോം ചെയ്ത ആൾക്കാർക്ക് ഇൻഫിനിറ്റി പെൻഡന്റും 2 ടീമിൽ നിന്നും മോശമായിട്ട് കളിച്ചവർ ഔട്ട് ഹൗസിലേക്ക് പോകും എന്നുള്ളതാണ്. അങ്ങനെ ആദ്യം ഡേഞ്ചർ സോണിലേക്ക് പറഞ്ഞു വിടുന്നത് സോണി അസീമിനെയാണ്. പ്രത്യേകിച്ച് സ്ട്രാറ്റജികളോ പെർഫോമൻസോ ഒന്നും കണ്ടില്ല എന്നുള്ളതാണ് കാരണം. അതിനുശേഷം സോന അലക്സും ഡേഞ്ചർ സോണിലേക്ക് പോകുന്നു. ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായിട്ടും വേണ്ടത്ര ശ്രദ്ധിച്ചില്ല എന്നുള്ളതിൻ്റെ പേരിൽ അഭിറാമിനെയും ഡേഞ്ചർ സോണിലേക്ക് ഇടുന്നു. കൃത്യമായ പ്രകടനം കാഴ്ചവെക്കാത്തതിനെ തുടർന്ന് സാബിറേനെയും അതേപോലെ തന്നെ റിജോനെയും കൂടെ, കാരണം റിജോനൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളൊരു ടാസ്ക് ആയിരുന്നു. എന്നിട്ടും ആ അവസരം വിനിയോഗിച്ചില്ല എന്നുള്ളതിൻ്റെ പേരിൽ റിജോനെയും ഡേഞ്ചർ സോണിലേക്ക് ഇടുന്നു. അങ്ങനെ മൊത്തം 5 പേർക്ക് റെഡ് ബാൻഡ് കിട്ടുന്നു. അതേസമയത്ത് മികച്ച പ്രകടനത്തിന് ഇൻഫിനിറ്റി പെൻഡന്റ് കിട്ടുന്നത് ആദ്യം തന്നെ വൈശാഖിനാണ്. ആ 10 സെക്കൻഡ് കിട്ടിയിട്ടുള്ള ആ ഒരു അഡ്വാൻറ്റേജ് വൈശാഖ് നല്ല രീതിയിൽ ഉപയോഗിച്ചു എന്നുള്ളതാണ്. പിന്നീട് ഷിജിനാണ് കൊടുക്കുന്നത്. അപ്പോൾ അഖിൽ പറയുന്നത് ഇത് ജയിച്ച ടീമിലായാലും തോറ്റ ടീമിലായാലും നല്ല രീതിയിൽ പെർഫോം ചെയ്താൽ ഇൻഫിനിറ്റി പെൻഡന്റ് കിട്ടും എന്നുള്ളതാണ്. അതിനുശേഷം രണ്ടാമത്തെ ടീം ടാസ്കിലേക്ക് കടക്കുകയാണ്. അതായത് നമ്മുടെ റെനീഷന്റെ ടീമും റിയാസിന്റെ ടീമും. റെനീഷന്റെ ടീമിലുള്ള ഷിജിലാലിന് ഇൻഫിനിറ്റി പെൻഡന്റ് ഉള്ളത് കൊണ്ട് ആ 10 സെക്കൻഡ് ഉള്ള അഡ്വാൻറ്റേജ് കിട്ടുന്നു. പക്ഷെ ഷിജിലാലിന് വേണ്ടത്ര പെർഫോം ചെയ്യാൻ പറ്റിയില്ല. എക്സൈറ്റ്മെന്റ് കാരണം മൊത്തം കുളവായി പോയി എന്നുള്ളതാണ്. കളീൻ്റെ അവസാനം നോക്കിയാൽ റിയാസിന്റെ ടീമിന് 44 ബോട്ടിലും റെനീഷന്റെ ടീമിന് 30 ബോട്ടിലും നിലനിർത്താൻ പറ്റി. അങ്ങനെ റിയാസിന്റെ ടീമാണ് ഈ 2 ടീമുകളിലും വിജയിച്ചിട്ടുള്ളത്. പക്ഷെ ഇതിൽ എൽദോ റൂൾ ബ്രേക്ക് ചെയ്തു. ഈ 2 ടീമിൻ്റെയും കളി നടക്കുമ്പോഴത്തേക്കിനും മെജോറിറ്റി ആൾക്കാരും റൂൾ ബ്രേക്ക് ചെയ്തതിൻ്റെ പേരിലാണ് ഡേഞ്ചർ സോണിലേക്ക് പോകുന്നത്. അങ്ങനെ ആദ്യം തന്നെ എൽദോനെ റൂൾ ബ്രേക്ക് ചെയ്തതിൻ്റെ പേരിൽ വേറെ ഒന്നും സംസാരിക്കാതെ നേരെ ഔട്ട് ഹൗസിലേക്ക് മാറ്റുന്നു. അതുപോലെ ഷിൻജിത്തും റൂൾ ബ്രേക്ക് ചെയ്തതിൻ്റെ പേരിൽ ഔട്ട് ഹൗസിലേക്ക് പോകുന്നു. പ്രവീണിനെയും ഔട്ട് ഹൗസിലേക്ക് വിടുന്നു. JTP തോമസിനെ ആ കളിയിൽ എവിടെയും കണ്ടതേ ഇല്ല എന്നുള്ളതിൻ്റെ പേരിലാണ് ഔട്ട് ഹൗസിലേക്ക് വിടുന്നത്. അവസാനം ഷിജുലാലിന് കിട്ടിയ ആ ഒരു 10 സെക്കൻഡ് എന്നുള്ള ഒരു അഡ്വാൻറ്റേജ് കൃത്യമായിട്ട് ഷിജുലാലിന് ഉപയോഗിക്കാൻ പറ്റാതിരുന്നത് കൊണ്ട് ഷിജുലാലിനെ ഡേഞ്ചർ സോണിലേക്ക് വിടുന്നു. അങ്ങനെ അതിനുശേഷം അഖിൽ ഇവർക്ക് കൊടുക്കുന്ന ഉപദേശം എന്താണെന്ന് വെച്ചാൽ എല്ലാ മത്സരത്തിലും നിങ്ങളിങ്ങനെ ഓടിത്തളരേണ്ട ആവശ്യമില്ല, കുറച്ചുകൂടി ബുദ്ധിപരമായിട്ട് കളിക്കാൻ പഠിക്കണം എന്നുള്ളതാണ്. അതേസമയം ഈ കളിയിൽ ഏറ്റവും മികച്ചതായിട്ട് പെർഫോം ചെയ്തത് ഷിബിനെയാണ്. അങ്ങനെ ഷിബിനയ്ക്ക് ഇൻഫിനിറ്റി പെൻഡന്റ് കിട്ടുന്നു. അതുപോലെ തന്നെ അഫ്നിയാസും ഈ ഗെയിം നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തു. അങ്ങനെ അഫ്നിയാസിനും ഇൻഫിനിറ്റി പെൻഡന്റ് കിട്ടുന്നു. അങ്ങനെ ഇന്നത്തെ എലിമിനേഷൻ പ്രോസസ്സിലേക്ക് കടക്കുകയാണ്. 10 പേരാണ് എലിമിനേഷനിലുള്ളത്. അപ്പോൾ ഇവരോട് പറയുന്നു, നിങ്ങൾ എന്തുകൊണ്ട് ഇവിടെ തുടരണം എന്നുള്ളത് ഈ ജഡ്ജസിനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യണം. അതിൽ 3 പേരും കൺവിൻസ്ഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സേവ് ആവും, അല്ല എന്നുണ്ടെങ്കിൽ എവിക്റ്റ് ആവും എന്നുള്ളതാണ്. അങ്ങനെ ഓരോരുത്തരായിട്ടും എന്തുകൊണ്ട് താനിവിടെ തുടരണം എന്നുള്ള കാര്യം പറയുന്നു. പ്രവീൺ പറയുന്നു തനിക്ക് ടീമിനെ നന്നായി കോർഡിനേറ്റ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ നല്ല രീതിയിൽ ഇനിയും ടാസ്കുകളിലും ഒക്കെ പെർഫോം ചെയ്യാൻ പറ്റും എന്ന് പ്രവീൺ പറയുന്നു. അതുപോലെ റിജോ പറയുന്നത് താൻ ആദ്യമായിട്ടാണ് ഈ എവിക്ഷൻ പ്രോസസ്സിൽ വരുന്നത്, കാരണം ഞാൻ ഉണ്ടായിരുന്ന ടീമുകളൊന്നും ഇതുവരെ തോറ്റിട്ടില്ല, എൻ്റെയും കൂടെ കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ആ ടീമുകളൊക്കെ ജയിച്ചത് എന്ന് പറയുന്നു. എൽദോ പറയുന്നു ഞാനൊരു സാധാരണക്കാരായ
ചെറുപ്പക്കാരുടെ പ്രതിനിധിയാണ്. വെറുതെ തല്ലും പിടികൾക്കപ്പുറം സമൂഹത്തിന് നല്ല മെസ്സേജ് കൊടുക്കാനാണ് താൻ ഇവിടെ എത്തിയിട്ടുള്ളത്. ഇനിയും ബിഗ് ബോസിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് താനൊരു ഇൻസ്പിറേഷൻ ആയിരിക്കും എന്ന് എൽദോ പറയുന്നു. ജെറ്റി പറയുന്നത് ആരും പെർഫെക്റ്റ് അല്ലെന്നും പോരായ്മകളുണ്ട്, പക്ഷെ അതൊക്കെ തിരുത്തി ഒരു നല്ല സ്വഭാവം കൂടി വരുത്താനാണ് ഈ പ്ലാറ്റ്ഫോം ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ്. സോന പറയുന്നത് എൻ്റെ യൂണീക്ക് ആയിട്ടുള്ള ക്വാളിറ്റികൾ ഇനിയും പ്രകടിപ്പിക്കാനായിട്ട് ഈ ഫ്ലോർ എനിക്ക് ആവശ്യമാണ് എന്നുള്ളതാണ്. അങ്ങനെ ഈ 10 പേരും എന്തുകൊണ്ട് തങ്ങളിവിടെ തുടരണം എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ഇതിന് ശേഷം ഇവരുടെ റിസൾട്ട് പറയാണ്. ആദ്യം പ്രവീണാണ്. പ്രവീൺ പറഞ്ഞ കാര്യത്തിൽ 3 പേരും കൺവിൻസ്ഡ് ആയതുകൊണ്ട് പ്രവീൺ സേവ് ആവുന്നു. നെക്സ്റ്റ് ഷിജുലാലിൻ്റെ കാര്യമാണ് സംസാരിക്കുന്നത്. ഷിജുലാൽ ഇന്ന് സംസാരിച്ചത് ഞങ്ങൾ കൺവിൻസ്ഡ് അല്ലെങ്കിലും കഴിഞ്ഞ എപ്പിസോഡുകളുടെ പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഷിജുലാലിനെ സേവ് ചെയ്യുന്നു. സോണിയുടെ കാര്യത്തിൽ 3 പേരും കൺവിൻസ്ഡ് അല്ല. ഇവിടെ പെർഫോമൻസും കാണുന്നില്ല. അങ്ങനെ വേണ്ട രീതിയിലൊന്നും സോണീനെ മുന്നിലേക്ക് കാണാത്തത് കൊണ്ട് തന്നെ സോണീൻ എവിക്റ്റ് ആവുന്നു. അടുത്തത് അഭിറാമാണ്. ഇപ്പം രഞ്ജിനി കൺവിൻസ്ഡ് ആണ്, അഖിലും കൺവിൻസ്ഡ് ആണ്, റിയാസ് അല്ല. പക്ഷേ ഇതുവരെയുള്ള പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിലും ഇനി കൂടുതൽ അഭിറാമിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് കൊണ്ടും ടെസ്റ്റ് ചെയ്യുന്നു, കൺവിൻസ്ഡ് ആണ് എന്ന് പറയുന്നു. അങ്ങനെ അഭിറാം സേവ്ഡ് ആവുന്നു. അടുത്തത് സാബിറയാണ്. രഞ്ജിനി കൺവിൻസ്ഡ് അല്ല, റിയാസും കൺവിൻസ്ഡ് അല്ല, അഖിലും അല്ല. അങ്ങനെ സാബിറ എവിക്റ്റഡ്. അടുത്തത് എൽദോയാണ് സംസാരിക്കുന്നത്. എൽദോന്റെ കാര്യത്തിൽ അഖിൽ കൺവിൻസ്ഡ് ആണ്, രഞ്ജിനിയും കൺവിൻസ്ഡ് ആണ്, റിയാസ് അല്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ തന്നെ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ എൽദോനെയും സേവ് ചെയ്യുന്നു. റിജോയാണ്. റിജോന്റെ പെർഫോമൻസിൽ അഖിൽ കൺവിൻസ്ഡ് അല്ല, രഞ്ജിനി അല്ല, റിയാസും അല്ല. അങ്ങനെ റിജോ എവിക്റ്റഡ്. ഷിൻജിത്തിന്റെ കാര്യത്തിൽ രഞ്ജിനി കൺവിൻസ്ഡ് അല്ല, റിയാസും അല്ല. അപ്പൊ അഖില് റിജോന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഈ എത്തിക്സ് ഒക്കെ വെച്ചിട്ട് ബിഗ് ബോസിൽ തുടരാൻ പറ്റുമോ എന്നുള്ളത്. അപ്പം ഷിൻജിത്ത് പറയുന്നത്, ഞാൻ അവിടെ ഉള്ളിടത്തോളം കാലം എനിക്ക് എന്തെങ്കിലും നേടാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ എത്തിക്സ് നോക്കിയിട്ടായിരിക്കും. അപ്പോൾ അഖിലേട്ടനും അവിടെ എത്തിക്സ് വെച്ചിട്ടല്ലേ കളിച്ചത് എന്ന് ഷിൻജിത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അഖിൽ കൺവിൻസ്ഡ് ആണ്. അങ്ങനെ ഷിൻജിത്തും സേവ്ഡ് ആവുന്നു. അവസാനം ജെറ്റി പി തോമസും സോന അലക്സുമാണ് ഫൈനലിൽ വന്നിരിക്കുന്നത്. അതിൽ രഞ്ജിനി പറയുന്നു, റിയാസിൻ്റെ മാത്രം താല്പര്യത്തിൽ, അതായത് ഇപ്പോൾ റിയാസ് സംസാരിക്കുകയാണ്. റിയാസ് പറയുന്നു, ഇതിൽ ഒരാൾ സംസാരിച്ച സമയത്ത് എനിക്കൊരു ഫയർ ഫീൽ ചെയ്തു, അതുകൊണ്ട് മാത്രം ഞാൻ ജസ്റ്റ് കൺവിൻസ്ഡ് ആണ്. അപ്പം അതുകൊണ്ട് ഞാൻ സോന അലക്സിനെ സേവ് ചെയ്യുന്നു എന്ന്. അപ്പം അഖിൽ പറയുന്നുണ്ട്, അത് റിയാസ് മാത്രം കൺവിൻസ്ഡ് ആയതുകൊണ്ടാണ് എന്ന് പറയുന്നു. അപ്പം ഈ ജഡ്ജസിൽ ആരെങ്കിലും ഒരാൾ കൺവിൻസ്ഡ് ആയാൽ മതി എന്നാണ് പിന്നീട് പറയുന്നത്. അങ്ങനെ സോന അലക്സ് സേവ്ഡ്, ജെറ്റി എവിക്റ്റഡ്. അപ്പം ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉണ്ടായിരുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്.